ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഫൗസീസ് കിച്ചൻ. ഇന്ന് നമ്മളൊരു മുരിങ്ങയില പരിപ്പ് കറിയാണ് ഉണ്ടാക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി 10 മിനിറ്റ് കുതിർത്ത് വെച്ച 1 കപ്പ് പരിപ്പെടുത്തുണ്ട്, 5 ചെറിയുള്ളി, 2 പച്ചമുളക്, 2 ടേബിൾ സ്പൂൺ ഉണക്കമുളക് ചതച്ചത്, പിന്നെ മുരിങ്ങയില. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കർ എടുത്തിട്ട് അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ച പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി വെക്കാം. 2 വിസിൽ അടിച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്ത് വെക്കാം. ഇനി കുക്കറത്തെ എയറൊക്കെ പോയതിന് ശേഷം നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിൽ 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊരു കുടുക്കയിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും എടുത്തു വെച്ച പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഉപ്പൊക്കെ നോക്കണം. മുരിങ്ങയില നന്നായി കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുരിങ്ങയില വെള്ളത്തിൽ മുങ്ങണ രൂപത്തിൽ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പം മുരിങ്ങയുടെ ഇലയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അരമുറി നാളികേരം നന്നായി അരച്ചെടുത്തിട്ട് അതിന് ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊരു തവി ഉപയോഗിച്ച് നന്നായി ഇളക്കി കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വരട്ടെ. ഇതിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കുള്ള താളിപ്പ് റെഡിയാക്കാം. താളിപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ച ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഉള്ളി നന്നായി മൂത്ത് വരട്ടെ. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഉണക്കമുളക് ചതച്ചത് 2 ടേബിൾ സ്പൂൺ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി മുളകും നന്നായി മൊരിച്ചെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയും മുളകും എല്ലാം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ താളിപ്പ് നമ്മുടെ മുരിങ്ങയില കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന മുരിങ്ങയില പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി മുരിങ്ങയില കിട്ടുമ്പോൾ ഈ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ. ഇനി തേങ്ങ ഇല്ലാത്തവരച്ചാൽ നമുക്ക് തേങ്ങ അരച്ചൊഴിക്കുന്ന ആ സ്റ്റെപ്പ് ഒന്ന് ഒഴിവാക്കിയാലും ബാക്കിയെല്ലാം ഇതുപോലെ ചെയ്താലും നല്ല ടേസ്റ്റുള്ള കറി തന്നെ കിട്ടും. 2 രീതിയിൽ ചെയ്യുമ്പോഴും 2 ടേസ്റ്റാണ് കറിക്കുണ്ടാവുക. ചെറിയ ഉള്ളി ഉണക്കമുളക് ചതച്ചത് ഇത് രണ്ടും ഒഴിവാക്കരുത്. ആ താളിപ്പാണ് ഈ കറിയുടെ ഹൈലൈറ്റ്. പാചകം ഒട്ടും അറിയാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് ഈ റെസിപ്പി. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നമ്മുടെ വീട്ടിൽ ഇതുപോലത്തെ ഇലക്കറികളൊക്കെ വെക്കണത് നല്ലത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സൊക്കെ അറിയിക്കണേ. താങ്ക് യു.